നീന ഗുപ്ത 1000 ബേബീസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, സുന്ദരക്കുട്ട നിന്നെ ബോളിവുഡിലേക്ക് ദത്തെടുത്തോട്ടെ. എന്നിട്ട് പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. കാരണം അവിടെ ചെന്നാലും കട്ട് ചെയ്ത് കളയാനാണ്. എന്നെ ഇവിടുന്ന് ആവശ്യത്തിന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അവിടെ പോയി കൂടി നിങ്ങൾ cut ചെയ്യണം. പക്ഷേ ഇതാ ഓൾ ജോക്സ് അപ്പാർട്ട്, നിങ്ങളെല്ലാം ഗംഭീര നടന്മാരാണ്. 22 വർഷം മുമ്പ് നീ അഭിനയിച്ച് ഉടുപ്പേ സ്വർണം, ഉടുപ്പേ സ്വർണം. ഇതൊക്കെ അവ ഇടേണ്ടതാ. ഇതൊക്കെ ഇവിടെ ഇടണ്ടതല്ലേ? ഇതൊക്കെ ഇവ ഇടേണ്ട സാധനങ്ങളാ. ദുബായില് 10 സെന്റ് സ്ഥലം. അല്ലല്ലയാ, ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി, ഈ തമ്പാനൂർ തപാൽ ഓഫീസ് എന്തായി? ഇനിയിപ്പോ അതിന്റെ പുകയുടെ കണ്ടിട്ട് ഇതിനിടയ്ക്ക് നിതിന് ഇടയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ട് ഹോസ്പിറ്റലായിരുന്നു. അദ്ദേഹം കാണാൻ പോയി. എന്തിനെന്നറിയാം? ഏതെന്നറിയാം? മറ്റേ മിഥുനത്തിലെ ഇന്നസെന്റ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ദാസാ, ഇത്രയൊന്നും യാത്ര നീ ചെയ്തു. അങ്ങ് രക്ഷപ്പെട്ടെന്ന് കരുതി അല്ലേടാ? ദുബായ് വരെ പോയോ? തിരുവനന്തപുരത്ത് എത്തിച്ചു. ഓഹോ, എറണാകുളത്തായിരുന്നു. അല്ലെ, ഇവിടെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ്. പുള്ളി തിരുവനന്തപുരത്തായിരുന്നല്ലോ. അപ്പൊ എളുപ്പത്തിൽ കാണാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് മറ്റേ ഇതൊക്കെ ആയിട്ട് വന്നു. ഒടുവിൽ നിനക്ക് മനസ്സിലായി. ഒരു സൈഡിലൊക്കെ ചെറിയൊക്കെ കോടി ഇങ്ങനെ ഒരു സൈഡ് അനങ്ങുന്നില്ല. അല്ല അന്ന് കണ്ടപ്പോ മനസ്സിൽ ആദ്യത്തെ ഫീലിംഗ് എന്തായിരുന്നു? അല്ല, എന്താ പറയാ, നീ പണ്ട് ഇങ്ങനെ റപ്പിപ്പെട്ട പെണ്ണിനെ നോക്കി അത് കാണിക്കുന്നതല്ല അഭിനയം. നിങ്ങൾ ഈ കളി നടത്താൻ സമ്മതിക്കുമല്ലേ? നീ നിന്റെ ജീവിതത്തിലെ കളികൾ ആദ്യം നിർത്തും. ശരി, തുടങ്ങി തുടങ്ങിക്കോട്ടെ. ഈ പറഞ്ഞതെല്ലാം കട്ടി തെളിയില്ലേ? കഥ പറയുമ്പോഴുള്ള ക്ലൈമാക്സാ. നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പൊ തുടങ്ങാം. റൗണ്ട് 1 റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട്. ഓടു വാരു നേടു. റൗണ്ട് 1 റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട് ആണ്. ഓടു വാരു നേടു. വളരെ സിമ്പിൾ ആണ്. ഇതില് 2 ചോദ്യങ്ങളുണ്ട്. 2 ചോദ്യങ്ങളും ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. 2 പേരിൽ ആർക്ക് വേണേ ഉത്തരം തരാം. ബസർ അമർത്തുക, ഉത്തരം പറയുക. ഉത്തരം അറിയാമെങ്കിൽ. ഇതില് ഒരു ചോദ്യത്തിന് ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 30 സെക്കൻഡ് സമയവും 1000 പോയിന്റും കിട്ടും. 1000 പോയിന്റ് നിലവറയ്ക്കുള്ളിൽ 1000 രൂപയാണ്. ഈ 1000 രൂപയ്ക്ക് നമ്മുടെ പലചരക്ക് സെക്ഷൻ ഉണ്ടല്ലോ, ഗ്രോസറി സെക്ഷനിൽ ഇഷ്ടമുള്ളത്രയും സാധനം എടുക്കാം. ആകെ ഒരു കണ്ടീഷൻ, 1000 രൂപയിൽ താഴെ നിർത്തണം. 1000 രൂപയ്ക്ക് മുകളിൽ പോയാൽ ആ സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. 1000 രൂപയ്ക്ക് താഴെയാണ്, അവിടെ എഴുതി വെച്ചിട്ടില്ല. 1000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ ആ സാധനങ്ങൾ ഏകദേശ ധാരണ വേണം. ഏകദേശം ധാരണ വേണം. നേരത്തെ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. അരിയുടെ വില 1000 രൂപ താഴെയുള്ള സാധനം ഞങ്ങൾക്ക് വേണ്ട, എടുത്തു. നിന്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന അച്ഛൻ അവര് വേണ്ട, ആവശ്യമില്ല. എന്നാലും നമ്മളൊരു ദിവസം കൊണ്ട് കൊടുക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ട, ഒരു സമാധാനം കിട്ടൂലേ? ആ സമാധാനം കൊടുക്കാൻ അവൻ താല്പര്യപ്പെടുന്നില്ല. അച്ഛനമ്മ ഒരിക്കലും സമാധാനം കൊടുത്തിട്ടില്ല. ഇനി അങ്ങനെ പുതുതായിട്ടുള്ള ശീലങ്ങളൊന്നും തുടങ്ങില്ല. 1000 രൂപയുടെ ഇവർക്ക് കൊടുത്തു. ഇത് ഞങ്ങൾക്ക് വേണ്ട. അല്ല, അപ്പൊ ഞങ്ങള് ബസ് പോലും അടിക്കില്ല. ഒരു സാധനവും വാങ്ങാറില്ല. വസ്ത്രം അടിച്ചു പോലെ അറിയാതെ പോലും. ഞങ്ങൾക്ക് വേണ്ട. അല്ല, എന്താറിയോ, ധ്യാനിന്റെ കൂടെ നിന്ന് നഷ്ടപ്പെടുന്ന മുഴുവൻ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.